സോ വൺസ് അഗൈൻ എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അധികം ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് പ്രോഗ്രാമിലേക്ക് എന്താണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഒരുപക്ഷെ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ചെയ്യാൻ പോകുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് ഇപ്പോൾ കേൾക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള കാര്യം ആ, ഇത് വളരെ ഡിഫറെൻ്റ് ആയ ഒരു പ്രൊജക്റ്റ് ആണ് എന്നുള്ളതാണ്. കാരണം എന്താണെന്നുള്ളതാണ് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ബേസിക്കലി പ്രോജക്റ്റിന്റെ പേര് പ്രോജക്റ്റ് ടെസ് എന്നാണ്. ടെസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു കറൻസിയാണ്. അതിനെയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതിനകത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഈ ഡൊമൈൻ എന്താണ്. ഡൊമൈൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. അതിന് DXAPP.UK എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തു നിന്നുള്ള ഈ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പോപ്പപ്പ് വിൻഡോ ആണ്. ആ പോപ്പപ്പ് വിൻഡോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്ലാറ്റ്ഫോം ഇൻകം മീറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാം. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി പറഞ്ഞാൽ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഏകദേശം 9ാമത്തെ മാസത്തേക്ക് അടുത്തതിന്റെ റോഡ് മാപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏകദേശം 8-9 മാസങ്ങൾ കൊണ്ട് ആ, നമ്മളുടെ കൂടെ വന്ന വ്യക്തികൾക്ക് അവർ വരുമാനമായി വാങ്ങിച്ചതിനെയാണ് ഇവിടെ പ്ലാറ്റ്ഫോം ഇൻകം എന്നുള്ളത് കൊണ്ട് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ കയ്യിലേക്ക് എത്തിയ തുക. ഇത് ആദ്യം കാണിക്കുന്നത് USD-യിലാണെന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ INR ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ വാല്യൂവിൽ നമുക്ക് കാണിക്കും. ഇന്ത്യൻ റുപ്പിയിലെ വാല്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. നിയർ അറൗണ്ട് 9 കോടിയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഓക്കെ. ഇത്രയും ഇൻകം, ഇത്രയും വരുമാനം നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ വരുമാനമായി വാങ്ങിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ സി നമ്മുടെ AED എന്ന് പറഞ്ഞാൽ അറിയാം, ദുബായിൽ അവിടെ നമ്മുടെ ധാരാളം ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ AED വാല്യൂ കാണിച്ചിരിക്കുന്നത്. അടുത്തെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ MYR ആണ്. MYR ഈസ് മലേഷ്യൻ റിങ്കറ്റ്. മലേഷ്യയിൽ പോയവർക്കറിയാം. അപ്പം ഈ USD-നെ പല രാജ്യത്തുള്ള കറൻസികളുമായി തുലനം ചെയ്യുമ്പോൾ എത്ര രൂപയായി ഇൻകം നമ്മുടെ വ്യക്തികൾ വരുമാനം മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്നെ കാണിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യം. നിയർ അറൗണ്ട് 9 കോടി രൂപയോളം വരുമാനം നമ്മുടെ കൂടുള്ള അഫിലിയേറ്റ്സ് വരുമാനമായി വാങ്ങിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അത് സിസ്റ്റത്തിന്റെ ക്ലാരിറ്റിയാണ്. ഈ സിസ്റ്റം ലോകത്തിലെ ഒരു സിസ്റ്റത്തിലും ഞാനത് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. കാരണം ഇത് വളരെ ലൈവായി ഡേ 1 മുതൽ ഓരോ ഡോളർ വരുമാനം മേടിക്കുമ്പോഴും നിങ്ങൾ ഒരാൾ ഇപ്പോൾ $1 വിഡ്രോ ചെയ്താലും ഇത് ഇവിടെ ലൈവായി കാണിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഇതൊരു ഡയറക്റ്റ്, അതായത് ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്ത പ്രോജക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എൻട്രിയിൽ ഒരു വാലറ്റ് അഡ്രസ് എന്ന് പറഞ്ഞ് ചോദിക്കും. ഈ വാലറ്റ് അഡ്രസ് എന്ന് പറയുന്നത് സാധാരണ ഒരു വെബ്സൈറ്റ് നെയിം ഒരു ബ്ലോക്ക് ചെയിനിൽ ചെയ്യുന്ന ഒരു റിയൽ പ്രോജക്റ്റിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു സാധാരണ പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഒരു ഓണർ ആ ഓണറുടെ കയ്യിലേക്ക് വരുമാനം എടുത്തിരിക്കുന്നു. ആ ഓണറിന് ഇഷ്ടമുള്ള രീതിയിൽ ആ വരുമാനം കൊടുക്കുന്നു. അതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ പറയുന്നത് സെൻട്രലൈസ്ഡ് പ്രോജക്റ്റുകൾ എന്നാണ്. അവിടെ സാധാരണ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ആയിരിക്കും, അല്ലെങ്കിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ആയിരിക്കും. അതിനകത്ത് പാസ്വേഡ്, ഫോർഗട്ട് പാസ്വേഡ് ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടൊരു വെബ്സൈറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മെറ്റാമാസ്ക് എന്ന് പറഞ്ഞൊരു വാലറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ് എന്നീ ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൽ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ലോഗിൻ കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായി പറഞ്ഞാൽ ബ്ലോക്ക് ചെയിനിലാണോ ഈ പ്രോജക്റ്റ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഇൻകം നമ്മളെ സഹായിക്കുന്നത്. എത്ര വിഡ്രോവൽസ്? 36,473 വിഡ്രോവലുകളാണ് വ്യക്തികൾ പല പ്രാവശ്യമായി വിഡ്രോവൽ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് വിഡ്രോവലിലൂടെയാണ് നമ്മൾ ഈ കാണുന്ന 9 കോടിയോളം വരുമാനം അവരുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നത്. വളരെ റിയൽ ടൈമിൽ ഇത് കാണാൻ സാധിക്കും. എനിവേ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെബ്സൈറ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മറ്റ് പ്രോജക്റ്റുകളിൽ നിന്നും വിഭിന്നമായി നമുക്കൊരു ICO ഉണ്ട്. ICO എന്താണെന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോവാം. ആ, കഴിഞ്ഞ ഏകദേശം 2-3 വർഷങ്ങളോളമായി ICO എന്ന് പറയുന്ന ഒരു സംഭവം. ICO എന്ന് വെച്ചാൽ ഒരു ടോക്കൺ അല്ലെങ്കിൽ ഒരു കോയിൻ, അത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഇനീഷ്യൽ ടൈമിൽ ധാരാളം വ്യക്തികൾ, അതായത് ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, അവർ വെബ്സൈറ്റിൽ വരികയും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം DYOR നമ്മൾ എല്ലായിടത്തും പറയും, ഡു യുവർ ഓൺ റിസർച്ച്. അതാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്ന് പറയുന്നത്. അവർ ആ പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കുകയും അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാരാണ്. എതേറിയത്തിന്റെ കാലഘട്ടത്തിലൊക്കെ, എതേറിയം എന്ന് കേട്ടിട്ടുണ്ടാവും, എതേറിയത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് $0.67 വാങ്ങിച്ച ആൾക്കാർക്ക്
ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷം ആഫ്റ്റർ ദ ICO പീരീഡ് $1,400 ആ കറൻസി വിൽക്കാൻ സാധിച്ചതായിട്ട് ആദ്യ കാലഘട്ടങ്ങളിലുള്ള ഹിസ്റ്ററികൾ സൂചിപ്പിക്കുന്നു. എനിവേ അതിനുശേഷം അധികം കറൻസികളൊന്നും ICO ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ICO ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്ന സോ കോൾഡ് ശരിക്കുമുള്ള ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി, ഈ ക്രിപ്റ്റോയിലുള്ള കമ്മ്യൂണിറ്റി അവർ സാധാരണ ഈ പ്രോജക്റ്റ് അതിലേക്ക് അവർ കടന്നു വരണമെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിനൊരു യൂട്ടിലിറ്റി ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യും. എന്ന് വെച്ചാൽ വെറുതെ നാട്ടുകാരുടെ നിന്ന് പണം വാങ്ങാൻ വേണ്ടി മാത്രമാണോ, അതോ ഇത് ഒരു റിയൽ ടൈം പ്രോജക്റ്റിലൂടെ ശരിക്കും ഈ കറൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവരൊന്ന് പഠിക്കും. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോജക്റ്റ് വലുതായിരിക്കണം. ആ പ്രോജക്റ്റ് നമ്മുടെ വലുതായതുകൊണ്ടാണ് നമ്മൾ ICOയിലൂടെ കടന്നു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ICO, അതിനെയാണ് നമ്മൾ ടെസ്റ്റ്വേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ വെബ്സൈറ്റ് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. testverse.ioയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇനി 11 ദിവസവും 8 മണിക്കൂറും, എന്ന് വെച്ചാൽ ഒരു ICO വെബ്സൈറ്റ് മാത്രമല്ല, അതിനകത്ത് പലതരത്തിലുള്ള ഗെയിമുകൾ, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് അതിന് മറ്റൊരു ഉപയോഗമാണ് ടെസ് എന്ന് പറയുന്ന ജാക്ക് ബോട്ട്. നിങ്ങൾക്ക് ഉടനെ തന്നെ ഇത് ലൈവാണ് ഓൾറെഡി. ഒരു ഡീസെൻട്രലൈസ്ഡ് ലോട്ടോ പ്രോജക്റ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ദുബായിലൊക്കെ കാണുന്നത് പോലെ ഒരു വലിയ പ്രോജക്റ്റ്, അതിനെ നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് ആണ്, കാരണം കണക്ട് വാലറ്റ് ആണ്. കണ്ടോ, യൂസർ ID പാസ്വേഡ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇമെയിൽ ID പാസ്വേഡും കൊടുത്തുള്ള ലോഗിൻ അല്ല, ഡെയിലി അങ്ങനത്തെ ബിഗ് വിൻ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് എന്തിനു വേണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ടെസ് എന്ന് പറയുന്ന ഈ ഒരു കോയിൻ അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ICO സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ, $multi-billion നമ്മുടെ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തതയുള്ള അതിന്റെ പ്രോജക്റ്റ് ഉണ്ടാവണം. ആ പ്രോജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ കാണുന്ന ICO എന്ന് പറയുന്നത്. കുറച്ചുകൂടി താഴേക്ക് വരുമ്പോൾ ICO എങ്ങനെയാണ്, ടെസ്റ്റ്വേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ലോകം, അതായത് ഗെയിമിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ചെറിയൊരു ഇൻഡസ്ട്രി അല്ല, ഇറ്റ്സ് എ വെരി ബിഗ് ഇൻഡസ്ട്രി. അതിന്റെ ഒരു അപ്പുറത്തെ ഒരു കാര്യമാണ് ടെസ്റ്റ്വേഴ്സ്. ഇനി അങ്ങോട്ടൊരു 4-5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളൊന്നും വെളിയിൽ വരാൻ സാധ്യതയില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ ആയിരിക്കും. അവർ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു വെർച്വൽ വേൾഡിൽ, ആ വെർച്വൽ വേൾഡിലേക്ക് നമ്മൾ കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപക്ഷെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. ആ ഫ്രണ്ട്സ് പക്ഷെ നേരിട്ട് കണ്ടാൽ മനസ്സിലാവത്തില്ല, കാരണം നമ്മൾ നേരിട്ട് കാണാറുണ്ടാവില്ല. നമുക്കൊരു വെർച്വൽ അവതാർ ഉണ്ടാവും. ആ വെർച്വൽ അവതാറിലും പേരിലുമായിരിക്കും നമ്മൾ അറിയപ്പെടുക. വീടിന് വെളിയിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയുന്നത്. കാരണം ആ ടെസ്റ്റ്വേഴ്സ് എന്ന് പറയുന്ന ഈ മെറ്റാവേഴ്സിലൂടെ തന്നെ നമുക്ക് പല കാര്യങ്ങൾ റിയൽ ടൈമിൽ റിയൽ വേൾഡിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ടെസ്റ്റ്വേഴ്സ് എന്ന് പറയുന്ന ഈ മെറ്റാവേഴ്സ് പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ ഗുണം. അപ്പൊ ഇതൊക്കെ എന്തിലേക്കാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടെസ് എന്ന് പറയുന്ന ഒരു കറൻസിക്ക് വാല്യൂ ഉണ്ടാക്കിയെടുക്കാനുള്ള പലതരത്തിലുള്ള യൂട്ടിലിറ്റികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള വഴികളാണ് നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നത്. അപ്പൊ ഇതിനുവേണ്ടി എന്തുണ്ടാവണം, ഒരു വാലറ്റ് അഡ്രസ് ഉണ്ടാവണം. അതിനുവേണ്ടി ആ പ്രോജക്റ്റ് എന്തിനു വേണ്ടി, എത്ര സപ്ലൈ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് വെരിഫൈഡ് ആവണം. നമ്മുടെ വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് നിങ്ങൾക്ക് BSC സ്കാനിൽ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കും. റിയൽ ടൈമിൽ ഇത് ശരിക്കും നടക്കുന്നുണ്ടോ, ശരിക്കും ഉള്ളതാണോ എന്നുള്ളത്. ഇത് റിയൽ ടൈമിൽ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്തതാണ്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ അഡ്രസ്സ് നേരിട്ട് BSC സ്കാനിൽ പോവുകയും ആ BSC സ്കാനിൽ നിങ്ങൾക്ക് ഈ അഡ്രസ്സ് വെരിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഗെയിമിംഗ് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കാണാം, നമ്മുടെ ജാക്ക് ബോട്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നത് പെപ്പെ കുബേര എന്ന് പറയുന്ന ഒരു അഡ്രസ്സിലായിരിക്കും, പേരിലായിരിക്കും. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാവേഴ്സ് പ്രോജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് മെറ്റാവേഴ്സിൽ പെപ്പെ കുബേര. അതായത് ഈ സ്വത്തിന്റെ ഒക്കെ വെൽത്തിന്റെ ഒക്കെ ഒരു ഗാർഡിയൻ ആയിട്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ടെസ്റ്റ് ബേസ്റ്റ്, ടെസ്റ്റ് ക്രഷ്, ടെസ്റ്റ് ഹണ്ട്, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എവിടെ എത്തുന്നു, നമ്മളുടെ ഈ ടെസ്റ്റ്വേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒറ്റ വെബ്സൈറ്റിലായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കുമ്പോഴത്തേക്കും ലോകത്തിലുള്ള ഗ്ലോബൽ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാവും ഇതൊരു ചെറിയ കാര്യമല്ല. സോ അവര് ഇനീഷ്യൽ കാലഘട്ടങ്ങളിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു. അങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാൽ റിയൽ ടൈം വേൾഡിൽ അത് ശരിക്കും അതിനൊരു വാല്യൂ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഇതിനിപ്പോൾ നമ്മൾ കാണുന്നത് ഇതിന്റെ റോഡ് മാപ്പാണ്. പ്രോജക്റ്റിന്റെ സോഫ്റ്റ് ലോഞ്ച് നടന്നത് April 5 അല്ലെ. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 8 മാസങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 9ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ ലോകത്ത് പലരും ആദ്യകാലത്ത് ചോദിച്ചിരുന്നു 2 മാസം ഉണ്ടാവുമോ, 3 മാസം ഉണ്ടാവുമോ. ഇന്നിപ്പോൾ ലോകത്തിൽ എല്ലാവർക്കും അറിയാം ടെസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, വളരെ ലൈവാണ്, അതിഭംഗിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇന്നത്തെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നോക്കുക, അതിന്റെ റോഡ് മാപ്പ്. ഇന്റർനാഷണൽ ഏകദേശം 100ഓളം വ്യക്തികൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാം പട്ടായയിൽ വെച്ച് നടന്നിരുന്നു.
നമ്മളുടെ ഇവിടുത്തെ പല വ്യക്തികളും അവിടെ നമ്മുടെ ഇന്റർനാഷണൽ സിഇഒനെയും CTOനെയും, അദ്ദേഹം ഒരു ഫ്രഞ്ച് പേഴ്സൺ ആണ്, ഇന്തോനേഷ്യ എന്നുള്ള നമ്മുടെ ബിസിനസ് ഹെഡിനെ ഒക്കെ അവിടെ വെച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുന്നിൽ വരാൻ വേണ്ടി പോകുന്നത് പ്രോജക്റ്റിന്റെ സെൻട്രലൈസ്ഡ് ലോഞ്ചിലേക്കുള്ള, അതായത് നമ്മുടെ ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഇത് ലോഞ്ച് ചെയ്യും. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതാണ് ബേസിക്കലി ഈ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിലേക്ക് നമ്മൾ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ശരിക്കും പറയാം എനിക്കിത് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ടും 1 മണിക്കൂർ കൊണ്ടും ഒരു ദിവസം മൊത്തം സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഇത് വളർന്നു കഴിഞ്ഞു. ഇതുവരെ നമ്മൾ എന്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഇതിനകത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് വരുമാനം കിട്ടുന്നു എന്ന് പറയുന്ന ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യും. അതിലേക്ക് ഇതുവരെ എത്താൻ സാധിക്കാത്ത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത്രയധികം കാര്യങ്ങൾ നമ്മുടെ മുന്നിലായിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോവാണ്. ഈ ഒഫീഷ്യൽ PDF പലരും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും, പക്ഷേ പലരും ഓപ്പൺ ചെയ്ത് പോലും നോക്കിയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഈ പ്രോജക്റ്റ് കഴിഞ്ഞ ഉടനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. പ്രോജക്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് സ്മാർട്ട് കോൺട്രാക്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ബ്ലോക്ക് ചെയിൻ ഉണ്ടാവണം. ആ ബ്ലോക്ക് ചെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത് BSC, ബൈനാൻസ് സ്മാർട്ട് ചെയിനിന്റെ BEP20 നെറ്റ്വർക്ക് ആണ്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അധികം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. വളരെ സിമ്പിളായി ഞാൻ ഈ പ്രോജക്റ്റ് എന്താണെന്നുള്ളതും ഈ നിയർ അറൗണ്ട് 50 കോടിയോളം രൂപ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ എങ്ങനെ വരുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സി, നിങ്ങളുടെ സ്ക്രീനിലേക്ക് ദയവ് ചെയ്തൊന്ന് ശ്രദ്ധിക്കാനാണ് നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഞാനിത് അവസാനിപ്പിക്കാം. എനിവേ, മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് ഈ പറയുന്ന 9 കോടി രൂപ എങ്ങനെ കിട്ടി, എന്നൊക്കെ കിട്ടുന്നു. തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അത് എത്ര വരെ ആവാം? ഏകദേശം 0.7 മുതൽ 1.2 വേരി ചെയ്യാം. അത് നമുക്കറിയാം. ഒരിടത്തുനിന്നെടുത്ത് അപ്പുറത്ത് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും 1%, എല്ലാ ദിവസവും 0.8 അങ്ങനെ ആയിരിക്കും കിട്ടുക. ഇവിടെ അങ്ങനെയല്ല കിട്ടുന്നത്, വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു വഴി ഉണ്ടാവണം. ആ വഴി എന്താണെന്നുള്ളത് നമുക്ക് കാണാം. 4 തരത്തിലുള്ള വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഫസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് പലരും കേട്ടിട്ടുണ്ടാവും, ഫോറക്സ് ട്രേഡിംഗ് പലരും ചെയ്തിട്ടും ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് നമ്മളുടെ AI പ്ലാറ്റ്ഫോം, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി ഗ്രോക്ക് എന്നൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമുണ്ടാവില്ല എന്ന് ട്രേഡിങ്ങിനകത്ത് ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്. നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കും, ഒരിക്കലും ഇതിന്റെ നഷ്ടത്തിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ നഷ്ടത്തിന്റെ തോത് കുറയ്ക്കാൻ സാധിക്കും, മിനിമൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ ഏകദേശം 2-2.5 വർഷത്തോളമായി നമുക്ക് ഈ പ്രോജക്റ്റ് മിസ്റ്റർ അബൂബക്കർ സിദ്ദിഖ് അദ്ദേഹത്തിന്റെ ടീം, ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, അവിടെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ദുബായിൽ ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഈ AI പ്ലാറ്റ്ഫോം കൂടെ വെച്ച് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ അത് വളരെ ഭംഗിയായി കഴിഞ്ഞ ഏകദേശം 9 മാസത്തോളമായി മാസം 15 മുതൽ 20%, 16 മുതൽ 20% വരെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലുതാവുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു വഴിയിലൂടെ മാത്രം ഇത്ര വലിയ ഭീമമായ ഒരു തുക നമുക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പുതിയ പുതിയ വഴികളിലേക്ക് നമ്മുടെ പ്ലാനെ എത്തിക്കുന്നത്. അത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഒന്ന്, ടെസ് എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം നമ്മൾ മറ്റെല്ലാ പ്രോജക്റ്റിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഇപ്പൊ ഏത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ കേട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണെന്ന് അവർ വ്യക്തമായി പറഞ്ഞു തരും. മാർക്കറ്റിൽ പോവുക, മാർക്കറ്റിൽ നിന്നും പണം വാങ്ങി ആ കറൻസിയിൽ നിക്ഷേപിക്കുക. അങ്ങനെ നിക്ഷേപിക്കുമ്പോഴത്തേക്ക് ആ കറൻസിയുടെ വില കൂടുകയും, അങ്ങനെ വില കൂടുന്ന കറൻസി കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുകയും ചെയ്യുന്നു, വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഒരു കറൻസി ആയതുകൊണ്ട് തന്നെ അതിന്റെ വില കൂട്ടി അവരത് ഇല്ലാണ്ടാക്കുന്നു. നമ്മുടെ കറൻസി ആരെങ്കിലും പറ്റുവാണെന്നുണ്ടെങ്കിൽ BSE സ്കാനിൽ പോയി സെർച്ച് ചെയ്തിട്ട് എത്ര പേര് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. എനിക്ക് തോന്നുന്നു ഏകദേശം 10-200 മുകളിൽ വാലറ്റുകൾ ഇപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു കറൻസിയുടെ ഒതന്റിസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒത്തിരി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ,
രണ്ടോ മൂന്നോ പേര് ഹോൾഡ് ചെയ്യുന്ന ഒരു കറൻസിക്കാണോ, അതോ ഇതുപോലെ പല വാലറ്റുകളിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന കറൻസിക്കാണോ മാർക്കറ്റിലെ വാല്യൂ കൂടുതൽ? നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. നമുക്ക് ഈ പ്രോജക്റ്റിന്റെ അവസാനം നിങ്ങൾക്ക് അത് സ്വയമായി ആഫ്റ്റർ ദിസ് പ്രോഗ്രാം നിങ്ങൾക്ക് തന്നെ പഠിച്ച് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അത് പറയുന്നത്. എനിവേ, ഈ കറൻസിയുടെ ഒരു പ്രത്യേകത, നിങ്ങളോട് ആരോടും തന്നെ സിസ്റ്റത്തിനകത്ത് പോയി ഈ കറൻസിക്കകത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും പറയില്ല. അതിന് പകരം ഞാൻ ആദ്യം സൂചിപ്പിച്ച പലതരത്തിലുള്ള ഗെയിമുകൾ, പലതരത്തിലുള്ള യൂട്ടിലിറ്റികൾ, ഇതെല്ലാം വഴി ഈ കറൻസി അടുത്ത ഘട്ടത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് സംഭവിക്കുക. അല്ലാതെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോ കോൾഡ് കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് അതിനകത്തൂടെ മാത്രം അടുത്ത ഘട്ടത്തിൽ പോയ ഒരു കറൻസി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അതാണ് എൻ്റെ റിയാലിറ്റി. സോ അതിനെന്ത് വേണം? അതിന് വ്യക്തതയുള്ള ഒരു യൂട്ടിലിറ്റി വേണം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങൾ. അതാണ് ഇവിടെ വളരെ വ്യക്തമായി 4 ഫേസുകളിലൂടെ നമ്മുടെ കറൻസി ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് മാത്രവുമല്ല, നമ്മൾ ഇനിയും ഒരു ഘട്ടവും കൂടെ ഉണ്ട്. ടെസ് എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാസ്റ്റർ കാർഡ് ആയിക്കോട്ടെ, വിസ കാർഡ് ആയിക്കോട്ടെ, ഈ ഇങ്ങനത്തെ കാർഡുകളെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നമ്മളുടെ കയ്യിലുള്ള കാശ് ഒരു ഡിജിറ്റൽ മണിയായി പല രാജ്യങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതേ കാര്യം നിങ്ങളുടെ ടോക്കൺ പോക്കറ്റിലും ട്രസ്റ്റ് വാലറ്റിലും ഒക്കെ ഹോൾഡ് ചെയ്യുന്ന BNBയും BTCയും ടെസ്സും ഒക്കെ ഇതുപോലൊരു മാസ്റ്റർ കാർഡ്, വിസ കാർഡുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ സംഭവിക്കുന്ന ഇതായിരിക്കും. 100% ഒരു നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ടും ടെസ്സോ അല്ലെങ്കിൽ മറ്റ് ക്രിപ്റ്റോകളോ ആ രാജ്യത്തിന്റെ ടാക്സ് കൊടുത്തതിന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ ലീഗലായ ഒരു വഴി. ഇത് എന്തിനു വേണ്ടിയാണ്? വളരെ സിമ്പിൾ ആണ്. ടെസ് എന്ന് പറയുന്ന ഒരു കറൻസിയുടെ ട്രാക്ഷൻ അവിടെ കൂടുന്നു, ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നു, സർവീസ് ചാർജ് ആയിട്ടും ഗ്യാസ് ഫീ ആയിട്ടും ഒക്കെ അവിടെ നമ്മൾ ടെസ് ഉപയോഗിക്കുന്നു. ടെസ്സിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. നാലാമതൊരു വഴികളുണ്ട്. ഇന്നിവിടെ പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾക്ക് ക്ലിയർ ആവണമെന്നില്ല. ഫ്യൂച്ചറിസ്റ്റിക്കലി പഠിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സജഷൻ ഉണ്ട്. ഒന്ന്, ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെന്റ്, സർട്ടിഫൈഡ് പ്രോജക്ട് മാനേജ്മെന്റ് ഇൻ ബ്ലോക്ക് ചെയിൻ, Web3 ആർക്കിടെക്ചർ പഠിക്കാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഫ്രീ ആയി പഠിപ്പിക്കുകയും നമ്മൾ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് സെഗ്മെന്റിലേക്ക് കൂടി കിടക്കുകയാണ്. അവിടെ വെച്ച് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി വളരെ സിമ്പിളായി അവിടെ വെച്ച് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം ഒരു കാര്യം നമ്മൾ വ്യക്തിയോട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? കൂടുതൽ പഠിക്കണമെന്നുള്ള ആർജവം വരും. അവിടെ വെച്ച് നമ്മൾ UK ബേസ്ഡ് ആയിട്ടൊരു യൂണിവേഴ്സിറ്റിയുമായി ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ സർട്ടിഫൈഡ് കോഴ്സ് കൊടുക്കും. അത് പെയ്ഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ആദ്യം കടന്നു വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 0.7 മുതൽ 1.2% കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഇത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. എത്ര ഭംഗിയായിട്ടാണ് ഈ മറ്റ് കാര്യങ്ങളിലൂടെ ടെസ്സിൻ്റെ കറൻസി. നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മളുടെ എല്ലാ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകൾ, എക്സ് ഹാൻഡിലുകൾ, ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനകത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രോജക്റ്റിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ, വലിയ ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നവർ, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ടെസ്സിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ആ മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം. ഏതൊരു സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടെയാണ് അതിനെ മാർക്കറ്റ് ചെയ്യുക, നന്നായി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമുക്ക് 0.7 മുതൽ 1.2% കിട്ടണം. മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് വരുന്ന വ്യക്തിക്കും $100 മുടക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ $200 കിട്ടുന്ന രീതിയിൽ വരെ നമുക്ക് ഇതിനെ അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ സാധിക്കണം. അടുത്ത ലോസ്റ്റ് വരുന്ന വ്യക്തിക്കും ഇത് കൊടുക്കണം എന്നുള്ളൊരു അതിലെ നമ്മളുടെ പാക്കേജുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ആദ്യം തൊട്ട് തന്നെ നമ്മുടെ പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന $100. 100-ൽ നിന്നും 250, 500, 1000, 2000, 5000, 10000 എന്നിങ്ങനെയാണ് നമ്മുടെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എൻ്റെ കയ്യിൽ അധികം കാശൊന്നുമില്ല, എനിക്ക് $100 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷെ എനിക്ക് പരിചയമുള്ള ധാരാളം വ്യക്തികളുടെ കയ്യിൽ ഇഷ്ടം പോലെ 5000, 10000 ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അവരിലേക്ക് നിങ്ങൾക്ക് ഇത് എത്തിക്കാവോ? തീർച്ചയായിട്ടും സാധിക്കും. ഈവൻ $100 ബിസിനസ്സിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് $10000 ഉള്ളൊരു വ്യക്തിക്ക് അഫിലിയേറ്റ് ലിങ്ക് കൊടുത്ത് അദ്ദേഹത്തിന് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാദ്യം മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ്, $100 ഞാൻ വന്നാൽ എനിക്ക് എത്ര രൂപ വരെ വരുമാനം കിട്ടും? വരുമാനം കിട്ടുന്നത് $200 വരെയാണ്. എത്രയാണ്? പ്രത്യേകം ശ്രദ്ധിക്കണം. $200 വരെയാണ് നിങ്ങൾക്ക് വരുമാനം കിട്ടുക. ഇനി അത് വേണമെങ്കിൽ $400 ആക്കാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇത് അതായത് 100 ഇട്ടാൽ 400 വരെ നിങ്ങൾക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ചില ക്രൈറ്റീരിയകൾ നിങ്ങൾ എന്ത് ചെയ്യണം? പാലിക്കണം. ആ ക്രൈറ്റീരിയകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് മിനിമം 5 പേരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടാവണം. വളരെ സിമ്പിളായി സൂചിപ്പിക്കുകയാണ്, 5 പേരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടാവണം. അടുത്തത് 3 ലെവലിലുള്ള ബിസിനസ് ഉണ്ടാകും. ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ സൂചിപ്പിക്കാം.
ഇത് മനസ്സിലായല്ലോ. 5 പേരെ ഇങ്ങനെ റെഫർ ചെയ്യുക എന്ന് പറയുന്നത്, നിങ്ങൾ 100 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 250 ഒരാൾ, 1000 ഒരാൾ, 100 ഒരാൾ, അങ്ങനെ 5 പേരെ നിങ്ങൾ റെഫർ ചെയ്യണം. ഓക്കെ. അടുത്തത് മിനിമം 3 ലെവലിൽ നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. നാലാമത്, നിങ്ങൾ 100-ലാണെന്നുണ്ടെങ്കിൽ 2 ഓർഗനൈസേഷനിലും $1000 ബിസിനസ് സെയിൽസ് നടന്നിട്ടുണ്ടാവണം. വളരെ സിമ്പിളായി പറഞ്ഞു തരികയാണ്. അപ്പൊ ലെവൽ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ലെവൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ $100 ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, $1000 ഒരാൾ നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ. അദ്ദേഹത്തിന് 1% നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം $100 നിന്നും $1000 ഒരാളെ റെഫർ ചെയ്യുമ്പോൾ 10%. 10% എന്ന് വെച്ചാൽ $100 നിങ്ങൾക്ക് സ്പോട്ടിൽ വരുമാനം കിട്ടും. പിന്നെ ഇവിടെ കണ്ടോ, ഒരു ലെവൽ ഇൻകം, ഇമ്മീഡിയറ്റ് ഒരു ഇൻകം കിട്ടണം. അതിനുശേഷം ഫ്യൂച്ചറിസ്റ്റിക് ആയി ഡെയിലി ഒരു വരുമാനം കിട്ടണം, നിരന്തരമായി കിട്ടുന്ന വരുമാനം. അതിനെ നമ്മൾ 15% ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. വളരെ സിമ്പിളായി പറയാം, നിങ്ങൾ $100 നിന്നും $1000 ഒരാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഈ $1000 മുടക്കിയ ആൾക്ക് ഒരു ദിവസം 1% കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അന്ന് കിട്ടേണ്ടത് $10 $10 15% വെച്ചാൽ $1.50. ആ $1.50 നിങ്ങൾക്ക് ഡെയിലി വന്നുകൊണ്ടേയിരിക്കും. സിമ്പിളായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ ഫസ്റ്റ് ലെവലാണ്. ഓക്കെ. അദ്ദേഹം വഴി അടുത്ത ലെവൽ ഒരു ബിസിനസ് നടക്കുമ്പോൾ അതിനെ നിങ്ങളുടെ ലെവൽ 2 ആയിട്ട് കണക്കാക്കാം. ലെവൽ 3 എന്ന് പറഞ്ഞാൽ അതുവഴി അടുത്ത ഒരു ലെവലിലൂടെ ബിസിനസ് നടക്കണം. അപ്പം നമുക്ക് 100 ഇട്ടിട്ട് 400 വരെ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര ലെവൽ ബിസിനസ് നടക്കണം? ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നിങ്ങനെ ബിസിനസ്സുകൾ നടക്കണം. ക്ലിയർ? ഓക്കെ. ഇനി ലെവൽ 3 എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ മാസം 10,000-കണക്കിന് വരുമാനം മേടിക്കുന്ന ലീഡേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? കൂടുതലുള്ള ആൾക്കാരെ മാക്സിമം ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവർക്ക് 40 ലെവലിൽ നിന്നൊക്കെ ഇൻകം കിട്ടും. 40 ലെവലിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഡി എന്ന് പറഞ്ഞാൽ ഡയറക്ട് റെഫറലിന്റെ എണ്ണമാണ്. 12 ഡയറക്ട് റെഫറൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 ലെവലിലൂടെ നിങ്ങൾക്ക് ഇൻകം കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വലിയൊരു വരുമാനം നമുക്ക് കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, നമുക്ക് കമ്പനിയുടെ റാങ്കിങ് സിസ്റ്റംസ് നമുക്ക് കിട്ടും. ഓക്കെ. ഈ റാങ്കിങ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓർഗനൈസേഷൻസ് വഴിയാണ് നമ്മുടെ റാങ്കിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ 1ഉം ഓർഗനൈസേഷൻ 2ഉം. 2 ഓർഗനൈസേഷനിലും $1000 ബിസിനസ് ടോട്ടലി അക്കുമുലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണ്? $100 വഴിയാണെങ്കിലും 10 പേര് വന്നാൽ മതി, അല്ലെങ്കിൽ $1000 ഒരാൾ വന്നാൽ മതി. ഇത് നമ്മുടെ ഫോറക്സിന്റെ കിട്ടാനുള്ള ക്രൈറ്റീരിയ കൂടിയാണ്. 2 സൈഡിലും 10 ഇരട്ടിയുടെ ബിസിനസ്. 100 വന്നാൽ 1000 അപ്പുറം ഇപ്പുറം ഉണ്ടാവണം. ഓക്കെ. അതാണ് ക്യുമുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അടുത്ത റാങ്ക് എന്ന് പറയുന്നത് സിൽവർ ആണ്. സിൽവർ റാങ്കിൽ നിങ്ങൾ എത്തിക്കഴിയുവാണെന്നുണ്ടെങ്കിൽ അതിഭയങ്കരമായ ഒരു ഇൻകം നമുക്ക് കിട്ടുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ വൺ ടൈം നമുക്കൊരു ഇൻകം കിട്ടുന്നു. നമുക്ക് അതുകൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകം വലുതാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. ജസ്റ്റ് സംശയമൊന്നും വേണ്ട. ദാ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ഒഫീഷ്യൽ റിവാർഡ്സ് ആൻഡ് അവാർഡ്സ് പേജ് ആണ്. ഇതുവരെ നിങ്ങൾ കേട്ട എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലി സ്മാർട്ട് കോൺട്രാക്ട് വഴിയാണ് നടക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. USDT ഇന്നാണ്, USDT ഔട്ടാണ്, ഇതൊന്നും മാറ്റാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ ഒഫീഷ്യൽ റിവാർഡ്സ് ആൻഡ് അവാർഡ്സ് പേജ്, ഈ ഒഫീഷ്യൽ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് പേജിന്റെ ഒരു പ്രത്യേകത, ഇത് മാർക്കറ്റിൽ അതാത് മാർക്കറ്റിൽ എന്ത് ആവശ്യമുണ്ടോ അതനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ശരിക്കും നമ്മളുടെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശരിക്കും നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഈ റാങ്കില് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നമ്മുടെ റാങ്ക് ഗോൾഡ് റാങ്ക് ആണ്. ഗോൾഡ് റാങ്കിൽ നമ്മൾ ഒരിക്കലും എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സിനകത്ത് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ $500 ആണ് മന്ത്ലി സാലറി. പക്ഷേ കഴിഞ്ഞ ഏകദേശം 3 മാസത്തോളമായി നമ്മുടെ ധാരാളം സുഹൃത്തുക്കൾക്ക് $1000 മാസം സാലറി കിട്ടുന്നുണ്ട്. ഡയമണ്ടിൽ സാലറി കിട്ടുന്നത് എത്രയാണ്? $1000 ആണെന്നുണ്ടെങ്കിൽ ഇത് ഉയർത്തി ഇപ്പൊ $2000 ഒരു സ്പെഷ്യൽ ഓഫർ എന്നുള്ള രീതിയിൽ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കഴിഞ്ഞ ഏകദേശം 3-4 മാസങ്ങളായിട്ട് $2000 ഒക്കെ മാസം മാസം സാലറി ആയി വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ആ തരത്തിലേക്ക് ഇന്ന് എത്തി. എന്ന് വെച്ചാൽ $2000 2 ലക്ഷം രൂപയാണ്. ചെറിയൊരു തുകയല്ല. അപ്പൊ നമ്മൾ എവിടെ തുടങ്ങാം? സിൽവറിലാണെന്നുണ്ടെങ്കിൽ വൺ ടൈമിൽ $100, പേൾ എന്ന് പറയുന്ന റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ വൺ ടൈമിൽ 200, സഫയറിൽ 300, പ്ലാറ്റിനത്തിൽ ഒരു കാർ ഫണ്ടും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാറ് വാങ്ങണം. കാറ് വാങ്ങി ഇറക്കുന്ന ദിവസം നിങ്ങളുടെ കാറ് വാങ്ങുന്ന ഷോപ്പിലേക്ക് ഇതിന്റെ ഫണ്ട് എത്തും. അതാണ് നമ്മുടെ കാർ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് വലുതായി കഴിയുമ്പോഴത്തേക്ക് ഡോൺ പിൻ എന്ന് പറയുന്ന ഒരു റാങ്ക് ഉണ്ട്. റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ 5 സീരീസ് BMW, കമാൻഡർ പിന്നിൽ എത്തിക്കഴിഞ്ഞാൽ 7 സീരീസ് BMW, എലോങ് വിത്ത് ലോകത്തിലെ നമ്മുടെ ടോട്ടൽ ബിസിനസിന്റെ 1%. ആൻഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നവുമായ ഒരു വാഹനമാണ് അത്. ജി വാഗൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തിലെ വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ കയ്യിൽ മാത്രമുള്ള ഒരു വാഹനം. കിങ് ക്യൂൻ പിന്നിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം.
ആൻഡ് ഓൾസോ ഈ പ്രോജക്റ്റിന്റെ കൂടെ വളരെ വർഷക്കണക്കിനായി വളരെ സീരിയസ് ആയി മുന്നോട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സെക്കൻഡ് ഹോമായിട്ട് ദുബായ് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ദുബായിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി പെയ്ഡ് ഫ്ലാറ്റ് ഇൻ ബുർജ് ഖലീഫ. ആദ്യം നിങ്ങൾക്കൊരു ദുബായിലേക്കുള്ള ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൽ പലരുടെയും സ്വപ്നം അവിടെ ജോലിക്ക് പോകുക എന്നുള്ളതാണ്. നിങ്ങളൊരു വലിയൊരു ബിസിനസ്സുകാരനായി വിത്ത് ആൻ അച്ചീവ്മെന്റ്, വിത്ത് ഗോൾഡൻ വിസ നമ്മൾ അങ്ങോട്ടേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ലൈഫിൽ ഇതിനപ്പുറത്തേക്ക് ഒന്നും ഒരുപക്ഷെ കിട്ടാനില്ല എന്ന് തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ജീവിതത്തിൽ നമുക്ക് കാശുണ്ടാക്കുക എന്നുള്ളതിന്റെ അപ്പുറം നമുക്ക് ഫെയിം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലെ. അപ്പോൾ അതും നമ്മുടെ ടെസ്റ്റ് വഴി എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൂവ്മെന്റായി ഒരു പക്ഷേ ടെസ്സിലെ നിങ്ങളുടെ പ്രോജക്റ്റിലൂടെയുള്ള മൂവ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ പ്രോജക്ട് ടെസ്റ്റിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്ട് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന പേജാണ് BSc സ്കാനിലെ പേജസ് ആണ്. വളരെ എത്രയോ ടേൺ ഓവറും കാര്യങ്ങളും ഇത് എത്ര ഹോൾഡ് ചെയ്യും, 150, 120, 20 ഒക്കെ മുകളിലുള്ള ആൾക്കാർ ഇത് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിന്റെ വലുപ്പമാണെന്നുള്ളത് മനസ്സിലാക്കണം. എല്ലാവരും പറയുന്നത് പോലല്ല, നമ്മൾ ഇത് പ്രവർത്തിച്ച് കാണിച്ചു തരികയാണ് നിങ്ങളുടെ മുന്നിലേക്ക്. അങ്ങനെ ഒരു ടീമിന്റെ കൂടെ അത്രയും വലിയൊരു പ്രോഗ്രാമിംഗ് ടീമിന്റെ ബാക്കപ്പോട് കൂടിയാണ് നമ്മുടെ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ എല്ലാവരും ചെയ്യും എന്ന് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ചെയ്തിട്ടാണ് പറഞ്ഞത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പ്രോജക്ട് ടെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലൈഫിൽ എപ്പോഴും നല്ലൊരു ചാൻസ് കിട്ടണമെന്നില്ല. ഒരു ചൈനീസ് പ്രോവർബ് പറയുന്നത് ഇങ്ങനെയാണ്, ലൈഫിൽ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യമേ ഭാഗ്യദേവത നമ്മുടെ മുകളിൽ തലയ്ക്ക് മുകളിലൂടെ പറക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. സി, എപ്പോഴാണ് ഈ ഭാഗ്യദേവത പറക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആണ്. ഈ ഭാഗ്യദേവത കിട്ടണമെന്നുണ്ടെങ്കിൽ നിരന്തരമായി ചാടിക്കൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം ചാടി രണ്ടാമത്തെ ചാടി നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചാട്ടം നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരിക്കലും ഇത് ഈ ലക്കി ദി ഭാഗ്യദേവത നമ്മുടെ മുകളിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഈ പിടി വരില്ല. അപ്പോൾ ടെസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100% ഷുവർ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പോവുകയാണ് എന്നുള്ളത് 100% വിശ്വസിക്കുക. മാക്സിമം ഇറങ്ങി ചെയ്യുക. ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റായി, ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റായി ഇത് നിങ്ങളുടെ മാറും എന്നുള്ളത് 100% ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച എല്ലാ വ്യക്തികൾക്കും ഒരു പ്രത്യേക താങ്ക്സ്. ഒപ്പം നമുക്ക് 100 പേരെ മാത്രമാണ് നമ്മുടെ പ്രോഗ്രാമിൽ അലോ ചെയ്തിരുന്നത്. അടുത്ത ആഴ്ച മുതൽ അത് 200 ആക്കി നമ്മൾ ഇൻക്രീസ് ചെയ്യും ഒരു സന്തോഷ വാർത്ത കൂടി നമ്മൾ പറഞ്ഞുകൊണ്ട് എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി. ഇന്ന് ഈ പ്രോഗ്രാം കേട്ട എല്ലാ വ്യക്തികളും ഇതവരുടെ മനസ്സിൽ ഉൾക്കൊള്ളുകയും ഒപ്പം കൂടുതലുള്ള ആൾക്കാരെ ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ലൈഫിൽ അടുത്ത ഘട്ടത്തിലേക്ക് എത്താൻ സാധിക്കുക. സോ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് ഓൾ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.